കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. ടൂറാണ് ഒരു കക്കൂസ്. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിടാൻ പറ്റും. ദുബായിലെ ഒരാൾക്ക് 3. ആ സകലവാ 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ മാറിയിട്ടൊന്നുമല്ലോ. നോക്കിയാണ് വാ ഒരു സെറ്റ് ഇതോ തരാവേ. നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ സർ പ്ലീസ് സർ. അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് എന്നെ അച്ഛന്റെ കളി പറപ്പിക്കും. പാറക്കട്ര. ഈ സാരി എവിടെ മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി. അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കൊറേ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാം. ഒന്ന് പോയടേക്കാം. ചേച്ചി ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ വേണ്ടി എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട്. ചേട്ടാ പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. ഇതെന്താ കുളിക്കുന്നൊന്നുമില്ലേ? എടി അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് വാക്കുസി പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ട്. സജിതേച്ചിന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കൊറേ പേര് കേറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല, തൊടല്ലേ, അവര് സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എന്ന് പറ്റിയടാ? എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പളെ മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തു, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കുറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതേവരെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞ വിളിക്കായിരുന്ന. നിന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഞാൻ മാറ്റിത്തരാം. ഒന്ന് പറയാം പ്ലീസ്. കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. ഒന്ന് ഇറങ്ങണം.
രമേശോ ഒന്നും സഹായിക്കടാ. സെറ്റാണ് ശാന്തി. അതെല്ലാം പിടിച്ച് വലിക്കരുത്. ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങളില്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ 1 ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനാ? ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എൻ്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെൻ്റെ പാട്ടിയിടും. ഇതിനത് ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ എല്ലാം. എന്ത് ചേട്ടാ? ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. ആ, അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം? അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു. ആരെയത്? അതെ, അയ്യോ എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളമായിരിക്കും. എനിക്കറിയില്ല. സത്യോടി ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. സൂസി, കല്യാണത്തിനോണ്ടല്ലേ അത്ര പൊന്നല്ലേ കരയില്ലേടാ നീ ഇവിടെ പൊന്നല്ലേടാ കല്യാണത്തിനോടെ വേഗാവട്ടെ അപ്പിട്ടെ. ചേട്ടാ എവിടുത്താണോ തോന്നണത്? കണ്ടുപോരുത് ഇവിടെ. വിട്ടോ.
പറമ്പിൽ നിന്ന് കിട്ടിയാണ്. വരുന്നവരെ പോരും. ആ ഞാനത് കഴിച്ചിട്ട് അങ്ങനെ വന്നേ. ഇപ്പൊ തന്നെ വന്നേ. ഇത് ഇങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പൊ ശരിയായില്ലേ? ചേച്ചി കഴിയാറായില്ലേ? അവിടെ വിളിക്കുന്നു. പിന്നെ ആ ഫോട്ടോസ് എടുക്കുമ്പോൾ സാരി ഒന്നുകൂടെ ഒന്ന് കൊച്ചു. ഹലോ, കിരൺ. അതെന്റെ ഈ സാരി ഒന്ന് താഴെ. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ശരി. ചേച്ചി ഒന്ന് മാറിക്കേ. അതെ, പുരുഷനങ്കളുടെ വൈഫല്ലേ? അങ്കിളിന് അറിയോ? ആ പിന്നെ, അങ്കിള് നല്ല സ്മാർട്ട് അല്ലേ? അങ്കിൾ ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് ഒക്കെ വന്നിരുന്നല്ലോ. ആന്റി കണ്ടില്ലേ? ഇല്ല. കാണിക്കാലോ ഞാന്. ദാ നോക്കിക്കേ. ഇനി നമ്മൾ കലവറിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടു കിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടു കിട്ടി. എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. കൈക്കെന്നാ പറ്റിയേട്ടാ? ഓ കല്യാണമൊക്കെ അല്ലേടാ, ഒരു രസത്തിന് കല്ലിനടിച്ച് ചതച്ചതാ. ഓക്കെയാണ്, കുഴപ്പമില്ല. വേണ്ടപ്പോ പറഞ്ഞാൽ മതി. എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ. ഞാനും റെഡിയാ മോനെ. കുറച്ചുകൂടെ കറക്റ്റാണ്. ചേട്ടാ, ദേ അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, വേഗം വന്നേ. ആണോ? എന്റെ പൊന്നോ. അങ്ങനെ മാറിക്കും ചേട്ടാ. ചേർന്ന് വീഡിയോ മോനെ പെട്ടെന്ന് എടുക്കണടാ, അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുള്ള. ജോലി കണ്ടു പിടിക്കുന്നു. അടുത്ത ഫാമിലി ഓട്ടെ മോനെ. ചേച്ചി ഒന്ന് മാറിക്കേച്ചി, കുറെ നേരം ഇയാളെന്ത് സ്റ്റെല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സ് എവിടെ പഠിച്ചേ? അറിഞ്ഞിട്ട് എന്തിനാ? എനിക്കൊന്നും ഒരുങ്ങാൻ. ഷൈമോനെ കേറിക്ക്. ചേട്ടാ വാ, എല്ലാരും റെഡിയായി. നീ ഒന്ന് ചുമ്മാരി. ഇന്നലെ ഉണ്ടാക്കിയ പുകില് നീ കണ്ടില്ലല്ലോ. എന്തേലും കാണിക്കട്ടെ. ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം അല്ലേ? വാട്ടാ മോനെ, വാടാ. ചേട്ടാ വാ, ഇവിടെ നിൽക്കാൻ. അതെ, വേറെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ മതി. കൊറോണ ഉണ്ടല്ലോ.